യാത്രയിൽ ജമ്മും കസറും ആക്കേണ്ടത് ഷാഫി മദ്ഹബിന്റെ അഭിപ്രായ പ്രകാരം 118 കിലോമീറ്ററാണ് ദൂരം എന്ന്. എന്നാൽ ഒരാൾ സ്ഥിരമായി കച്ചവടത്തിന് വേണ്ടി ആ യാത്ര ദൂരം താണ്ടുന്നുവെങ്കിൽ അയാൾക്ക് ഈ ജമ്മു കസറും അനുകൂല ബാധകമാണോ? സലഫി ആശയത്തിൽ ജമ്മു കസറാക്കേണ്ടത് എത്ര കിലോമീറ്റർ ആണ്? ജംഉം ഖസ്റുമായി ബന്ധപ്പെട്ടതാണ് ചോദ്യം. ജംഉ ഖസ്ർ യാത്രക്കാർക്ക് അല്ലാഹു തആല നൽകിയ ഇളവാണ് ഖസ്ർ എന്നുള്ളത്. അഥവാ 4 റക്അത്ത് നമസ്കാരം 2ആയി നമസ്കരിക്കുക, അതാണ് ഖസ്ർ. ഇന്നത്തെ യാത്ര ഞങ്ങളൊക്കെ ഖസ്റാക്കി. ജംഉ എന്ന് പറഞ്ഞാൽ 2 നമസ്കാരം ഒരു സമയത്ത് നിർവഹിക്കുക. ളുഹറും അസ്റും കൂടെ ളുഹറിന്റെ സമയത്ത് അല്ലെങ്കിൽ അസ്റിന്റെ സമയത്ത്, മഗ്രിബും ഇശാവും കൂടെ മഗ്രിബിന്റെ സമയത്ത് അല്ലെങ്കിൽ ഇശാഇന്റെ സമയത്ത്, അതാണ് ജംഉ. ജംഉ യാത്രക്കാർക്ക് മാത്രമല്ല, രോഗികൾക്ക് ജംഉ ഉണ്ട്. ശക്തമായ മഴയിൽ ജംആക്കാൻ പറ്റും, അതേപോലെ ശക്തമായ ചൂടിൽ ജംആക്കാൻ പറ്റും. പല കാരണങ്ങൾ, പ്രതിബന്ധങ്ങൾക്കാണ് ജംഉ ഉള്ളത്. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗമോ മഴയോ ഇല്ലാതെ ജംഉ ചെയ്തു. അപ്പോൾ ചോദിച്ചു, പിന്നെ എന്തിനാണ് ജംഉ ചെയ്തത്? മറുപടി, അറാദ അല്ലാ യുഹ്രിജ ഉമ്മതഹു, തന്റെ ഉമ്മത്തിന് പ്രയാസമില്ലാതാക്കാൻ. ഇമാം അബൂ ദാവൂദ് ധരിച്ച ഹദീസാണ്. അപ്പോൾ പ്രതിബന്ധങ്ങളിലാണ് ജംഉ ഉള്ളത്, അവിടെ ഖസ്റില്ല. ഖസ്ർ യാത്രക്കാർക്ക് മാത്രമുള്ളതാണ്. 4 റക്അത്ത് നമസ്കാരം 2ആയി ചുരുക്കി നിസ്കരിക്കുക. ഇതിന് എത്ര ദൂരപരിധി വേണം എന്ന് ഹദീസിൽ പ്രത്യേകം പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. ഇത്ര ദൂരമുണ്ടായാലേ ഖസ്റാക്കാവൂ എന്ന് പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വരിക സ്വാഭാവികമാണ്. ആ ചർച്ച വന്നപ്പോൾ പൊതുവെ പണ്ഡിതന്മാർ സ്വീകരിച്ച നയം, യാത്ര എന്ന് എപ്പോൾ പറയാമോ അവിടെയാണ് ഖസ്റാക്കാനുള്ളത്. യാത്ര എന്ന് എപ്പോൾ പറയും, എനിക്കൊന്നൊരു യാത്രയുണ്ട് എന്ന് എപ്പോഴാ പറയാം? അത് കിലോമീറ്റർ കണക്കാക്കുന്നതിനേക്കാൾ ഏറെ യാത്രയുടെ സ്വഭാവമാണ് പരിഗണിക്കേണ്ടത്. ഇപ്പൊ ഇന്നത്തെ കാലത്ത് നമുക്ക് വീട്ടില് ഒരു പാർട്ടി ഉണ്ടെങ്കിൽ ചിലപ്പോൾ നല്ലൊരു മീൻ വാങ്ങാൻ വേണ്ടി 10, 15, 20 കിലോമീറ്റർ അപ്പുറത്തേക്ക് നമ്മൾ പോകാറുണ്ട്. അതാണ് ഇപ്പൊ ഇന്നത്തെ ജീവിത സാഹചര്യം. നല്ലൊരു മീൻ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ മാർക്കറ്റ് അത്ര വലിയ മീൻ ഉണ്ടാവില്ല, നമ്മൾ ഇന്ന സ്ഥലത്ത് പോവുക എന്ന് പറഞ്ഞ് ഒരു അടുത്ത ടൗണിലേക്ക് പോകുന്ന കാലഘട്ടമാണ്. ഗൾഫിലൊക്കെ ആണെങ്കിൽ വണ്ടി യൂട്ടൺ അടിക്കാൻ വേണ്ടി 5 കിലോമീറ്റർ പോകേണ്ടി വരും. അത് യാത്രയായി കൂട്ടുമോ? ഇല്ല. സാധാരണഗതിയിൽ യാത്ര എന്ന് എപ്പോൾ പറയാം? ഒരുങ്ങി തയ്യാറായി ഒരു വാഹനമൊക്കെ ഏർപ്പാടാക്കി ഡ്രസ്സൊക്കെ എടുത്ത് അല്ലെങ്കിൽ ഭക്ഷണം കരുതി ആ നിലക്ക് ഒന്ന് ഒരുങ്ങി തയ്യാറായി ഇന്നൊരു വഴിക്ക് പോകാനുണ്ട് എന്ന് പറഞ്ഞ് ഒരാൾ പോകുന്നുവെങ്കിൽ അതിനാണ് യാത്ര എന്ന് പറയുക. അതിന് പല പണ്ഡിതന്മാർ പല നിർവചനങ്ങൾ വെച്ചു. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് ആ വിഷയത്തിൽ പറഞ്ഞത്, ഒരു രാവും പകലും നീണ്ടു നിൽക്കുന്ന യാത്രക്കാണ് യാത്ര എന്ന് പറയുക. ഒരു രാവും പകലുമുള്ള യാത്ര, അത്യാവശ്യമുള്ള വിശ്രമവും അത്യാവശ്യമുള്ള മറ്റു പ്രാഥമിക ആവശ്യങ്ങളും കഴിച്ച് ബാക്കിയുള്ള സമയം ഒരാൾ സഞ്ചരിച്ചാൽ എത്ര ദൂരം പോകുമോ ആ ദൂരം പോകുന്നുവെങ്കിൽ യാത്ര എന്ന് പറയാം. അപ്പൊ വീണ്ടും ചർച്ചയായി, ആ യാത്ര തന്നെ നടന്നിട്ടാണോ, ഓടിയിട്ടാണോ, കഴുതപ്പുറത്താണോ, കുതിരപ്പുറത്താണോ? കാരണം 50 കിലോമീറ്റർ മോറല്ലോ. ഒരു രാവും പകലും നടന്നു പോവുകയാണെങ്കിൽ എത്താവുന്നൊരു പരിധി ഉണ്ടാവും. രാവും പകലും ഓടുകയാണെങ്കിലോ കുറച്ചുകൂടെ അപ്പുറത്തേക്ക് എത്തും. രാവും പകലും ഒരു സാധാരണ വാഹനത്തിലാണെങ്കിൽ അതിലെത്തും. ഒരു വിമാനത്തിലാണെങ്കിലോ 24 മണിക്കൂർ കൊണ്ട് ലോകം മൊത്തം വേണമെങ്കിൽ ചുറ്റാനും കഴിയും. അപ്പൊ അതുകൊണ്ട് രാവും പകലുമുള്ള യാത്ര എന്ന് അന്ന് പറഞ്ഞു വെച്ചെങ്കിൽ ഇന്നതെങ്ങനെ മനസ്സിലാക്കണം? വീണ്ടും ചർച്ചകളുണ്ട്. ഷാഫി മദ്ഹബിൽ ആ മസ്അല എടുത്തിട്ടാണ് 82 മൈൽ അഥവാ 132 കിലോമീറ്റർ എന്ന് പറയും. ഒരു മൈൽ എന്ന് പറയുമ്പോൾ 1.6 1600 മീറ്റർ ആണ് ഒരു മൈൽ. അപ്പൊ 82 മൈൽ സഞ്ചരിച്ചാൽ യാത്രയായി പരിഗണിക്കാം എന്നാണ് ഇമാം ഷാഫിയുടെ നിഗമനം. എന്നാൽ അതിന് അല്ല, മറ്റഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. യഥാർത്ഥത്തിൽ ഹദീസിൽ അങ്ങനെ പ്രത്യേക ദൂരപരിധി വെക്കാത്തത് കൊണ്ട് യാത്ര എന്നൊരാൾക്ക് എപ്പോൾ പറയാമോ ആ സ്വഭാവമുള്ള യാത്രയാണോ അത് യാത്രക്കാരനായി കൂട്ടാം. അതിനൊരാൾ സ്ഥിരം യാത്രയിലാണെങ്കിലും അത് യാത്രക്കാരൻ അല്ലാതാകുന്നില്ല. കച്ചവടക്കാരാണ്, സ്ഥിരം ഒരു വഴിക്ക് പോകുന്ന ആളാണ്, അയാൾ എന്നും പോകുന്ന യാത്രക്കാരനാവൂല എന്ന് പറയാൻ പറ്റില്ല. എപ്പോഴെങ്കിലും പോയാൽ യാത്രയാകുള്ളൂ എന്നൊന്നുമില്ല. യാത്രാ സ്വഭാവമുള്ളതാണോ എങ്കിൽ യാത്രക്കാരനാണ്. ആ യാത്രക്കാരന് ഖസ്റുണ്ട്, അതേപോലെ ജംഉമുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.